ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലയാളം എക്സ്പ്ലെയിൻ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ അമേസിംഗ് ബോയ് ഫ്രണ്ട് സീസൺ 2 16ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം എന്താ നടക്കുന്നത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിന്റെ അടുത്തോട്ട് വന്നിട്ട് നീ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് എന്റെ റൂമിലോട്ട് വന്നേ അങ്ങനെ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നീ എന്താ വിചാരിച്ച് ഞാൻ വേറെ എന്തിനോ വന്നതാണെന്നാണോ? അങ്ങനെയൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്, വേറെ ഒന്നുമില്ല, നീ ആയിട്ട് തന്നെ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. സീൻ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ മോൺസ്റ്ററുകളില്ലേ അവൾക്ക് നല്ലോണം ദാഹിച്ചിട്ട് തീരെ വയ്യാതായിട്ടുണ്ടായിരിക്കും. അങ്ങനെ തന്നെ അവൾ താഴോട്ട് നടന്നു വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഡോക്ടർ വന്നിട്ട് ഇവള് നേരെ എടുത്ത് റൂമിൽ കൊണ്ട് എടുത്തുന്നുണ്ട്. വെള്ളം എടുത്തുകൊണ്ട് തന്നെ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങോട്ട് വന്നേ? എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ എടുത്തു തരത്തില്ലേ? അപ്പൊ ഇവളും പറയുന്നുണ്ട്, എനിക്ക് നല്ലോണം ദാഹിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിന്നെ നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് എന്തുണ്ടെങ്കിലും എന്റെ അടുത്ത് പറയാന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഡോക്ടർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമായിരിക്കും. സെയിം കിട്ടിയത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിന് വാങ്ങുമായിട്ട് വെറുതെ അടി കൂടുന്നുണ്ട്. ഇവളും പുറത്തോട്ട് വാടാന്ന് പറഞ്ഞിട്ടാണ് ഇവനെ പിടിച്ചു പഠിക്കുന്നത്. ഇവനും ഞാനൊന്നുമില്ല, നീ പൊക്കോന്ന് പറഞ്ഞിട്ട് അവിടെ ഒഴിവാക്കുന്നുണ്ട്. പുറത്തു വാടാ, മര്യാദക്ക് നീ അവളുടെ കൂടെ ഇന്ന് ഡേറ്റിന് വെക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ഇതിനു മേലെയൊന്നും ഇനി പറ്റത്തില്ല, ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവനും കിടന്ന് വാശി പിടിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനുണ്ട് വിട്ടോളൂ. ഇവളും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നീ എന്തായാലും പോണെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചു വലിക്കുന്നുണ്ട്. ഇവരും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെയറിലൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിന് വിട്ടുകൊടുക്കുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ ഹീറോയും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. നമ്മുടെ ഹീറോയും വന്നതിന് ശേഷം അല്ലാടാ നിനക്കെന്താ പോയാലെന്നും പറഞ്ഞ് ഇവളുടെ കൂടെ ഇവന്റെ കാല് പിടിച്ച് തൂക്കി നേരെ കാറിലോട്ട് കൊണ്ടുപോയിടുന്നുണ്ട്. അപ്പൊ നീ എന്തായാലും പോയിട്ട് വാ, എൻജോയ് ചെയ്യുന്ന പറഞ്ഞ് രണ്ടുപേരും അവന് ടാറ്റ കൊടുക്കുന്നുണ്ട്. ഇവരും വേറെ വഴിയൊന്നുമില്ലാതെ അങ്ങനെ തന്നെ അവളുടെ മുന്നിൽ പോയി എത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബാങ് അവിടെ ചെന്ന് നോക്കുമ്പോ അവന്റെ എക്സ് ആയിരിക്കും അവിടെ നിൽക്കുന്നത്. അല്ല നീ എന്താ ഇങ്ങനെ വന്നേക്കുന്നേ? ഇവനും ഇങ്ങനെയൊക്കെയാണോ ഡേറ്റിന് വിളിക്കുന്നേ? നിനക്ക് എന്തിനാ 8 മണിക്ക് ഡേറ്റിന് വരുന്നത്? അത് ഒരു 10 മണി 11 മണിക്കൊക്കെ വിളിച്ചാൽ എന്താ, എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങി കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സീൻ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിന് പണ്ടത്തെ പോലെ തന്നെ ഇനി ലൈവ് ഒക്കെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അവൾ വെറും ഫ്രൂട്ട്സ് മാത്രമായിരിക്കും വെച്ചേക്കുന്നത്. ഞാനിന്ന് ഫ്രൂട്ട്സ് മാത്രമാണ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവള് തുടങ്ങുന്നത്. ഇത്രയും കാലം ഇവള് അമിതമായിട്ടാണല്ലോ കഴിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇവൾക്ക് പേരും ഫാൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇവള് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇവളുടെ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും ഇവളെ കളിയാക്കിക്കൊണ്ടും അതും ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കമന്റ്സ് ഇടുന്നുണ്ട്. അതും ഇവള് കഴിക്കുന്നതിനൊക്കെ പറ്റിയിട്ടാണ് ഫുള്ള് കമന്റ്സ്. നീ മുമ്പ് കഴിച്ച പോലെ കഴിക്കുന്നത്, ഇത്രയൊക്കെ കഴിക്കാൻ ഞങ്ങൾക്കും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെന്നുണ്ടെങ്കിലും അയ്യോ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഓക്കെ ഞാൻ ഡ്രോയിങ് ചെയ്യാൻ പോവാണെന്നും പറഞ്ഞിട്ട് ഇരുന്ന് ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഇവളും നീ ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടാന്ന് ആലോചിക്കുന്നുണ്ട്. ഓക്കെ ഇനി കിടന്നുറങ്ങാന്നും പറഞ്ഞ് അങ്ങനെ തന്നെ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ്. ഇവളും കുറെ നേരം കൈ വെച്ച് കിടന്നുകൊണ്ട് തന്നെ ഇവളുടെ കൈ വേദനിക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ രക്ഷിക്കുന്നു മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവളുടെ കമന്റ് ബോക്സിൽ ഫുള്ള് ഇവളെ കളിയാക്കിക്കൊണ്ടുള്ള കമന്റ്സ് ആയിരിക്കും. നമ്മുടെ ഹീറോ അസിസ്റ്റന്റ് എല്ലാവരും നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററുടെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഹീറോയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ ഹീറോ ഉണ്ടാക്കിയ സൂപ്പ് ഇല്ലേ, അത് ഡോക്ടർ എടുത്ത് വായിൽ വെച്ചതും അവന് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അത്രയ്ക്ക് സൂപ്പർ ആയിട്ടാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നേരെ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്റർ എടുത്ത് നീ ഇന്ന് സൂപ്പൊന്നും കുടിക്കേണ്ട, വെറും വെള്ളം മാത്രം കുടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും എന്ത് പറ്റി, ഇല്ലല്ല അവളിന്ന് സൂപ്പൊന്നും കുടിക്കേണ്ട, വെറും വെള്ളം മാത്രം കുടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവൾക്കും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ തന്നെ ഇവളും വെറും വെള്ളം മാത്രം എടുത്ത് കുടിക്കുന്നുണ്ട്. നമ്മുടെ അസിസ്റ്റന്റ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ വന്നിട്ട് നീ ഇവിടെ വന്ന് കുറച്ച് കഴിക്കേ എന്നിട്ടൊക്കെ പോയി കളിച്ചു എന്ന് പറയുമ്പോൾ ഇവന് വേഗം ഓടി വന്നതും ഇവൻ ആ ബൗളിലുള്ള സൂപ്പില്ലേ അതെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവനും അത് കുടിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോക്ടറും എങ്ങനെയാണ് ഇവരൊക്കെ ഇത് കുടിക്കുന്നത്, മനുഷ്യന് വായിൽ വെക്കാൻ പോലും കൊള്ളത്തില്ല, ഇങ്ങനെയൊക്കെ നമ്മുടെ ഡോക്ടർ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയും നിങ്ങളെന്താ വെറുതെ നിൽക്കുന്നേ, നിങ്ങളും കുടിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയുമ്പോൾ ഇവനും വേറെ വഴിയൊന്നുമില്ലാതെ ഒരു സിപ്പ് എടുത്ത് കുടിക്കുന്നുണ്ട്. ഇവനെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നു, ഇവന് വോമിറ്റ് വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ വായന വെച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനും കുറെ നേരം ഉറങ്ങിയെന്ന് തോന്നുന്നു, ഇനി എണീക്കാന്ന് പറഞ്ഞിട്ട് നോർമലി എണീക്കുന്ന പോലെ അവൾ അഭിനയിച്ച് എണീക്കുന്നുണ്ട്. പക്ഷേ കമന്റ് ബോക്സിൽ നീ എന്താ ഞങ്ങളെ പറ്റിക്കുകയാണോ, വെറും 5 മിനിറ്റ് ആയാലുള്ളൂ നീ ഉറങ്ങിയിട്ട്, ഇങ്ങനെയൊക്കെ കമന്റ്സ് ഉണ്ട്. ഇത് 5 മിനിറ്റ് ആയുള്ളൂ, ഞാൻ 2 മണിക്കൂറോളം ആയെന്ന് വിചാരിച്ചെന്നും പറഞ്ഞ് ഇവളും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടെങ്കിലും ഇവളെ കമന്റ് ബോക്സിൽ വീണ്ടും ഇവളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടാത്തതുകൊണ്ട് തന്നെ എന്തൊക്കെയോ അവിടെ കിടന്ന് കാട്ടി കൂട്ടുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബാങ്ക്
ജോലിയായിട്ട് തന്നെ അവന്റെ ഡേറ്റ് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവന്റെ ഉള്ളിലും വേറെ വഴിയൊന്നുമില്ലല്ലോ, എന്തായാലും ഇതെങ്കിൽ ഇത് നടക്കട്ടെ എന്നുള്ള ഒരു ചിന്തയായിട്ടായിരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവളും ഒരു മൂവിക്ക് പോവാന്ന് പറഞ്ഞ് ഇവനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ ഒരു കാർട്ടൂൺ മൂവിക്ക് ആയിരിക്കും. നമ്മുടെ ബാങ്കും ആ കാർട്ടൂണൊക്കെ കണ്ട് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഷോൾഡറിൽ തല വെച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ പോലീസുകാരനും എങ്ങനെയെങ്കിലൊക്കെ ഞാൻ എന്തെങ്കിലും ക്ലൂ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരേ റിസർച്ചിങ് ആയിരിക്കും. പക്ഷെ ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലൂ പോലും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഒരു ടീമെല്ലാം ചേർന്നിട്ട് വീണ്ടും ഇതിനെപ്പറ്റി തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിന്റെ വീട്ടിൽ അവളുടെ അങ്കിള് അവളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിനും ദേഷ്യത്തിലായിരിക്കും. എന്റെ ലൈവ് ഒന്നും ഇപ്പൊ റീച്ച് ആവുന്നില്ല, എന്താ ഇങ്ങനെയൊക്കെ വരുന്നേ, എന്നെ കൊണ്ടൊന്നും ഇനി പറ്റത്തില്ല എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവളുടെ അങ്കിളും ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഞാൻ റെഡിയാക്കിക്കോളാം, ഓക്കെ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇയാൾ ഇറങ്ങുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഓപ്പോസിറ്റ് സൈഡിലൂടെ വരുന്ന കാണുമ്പോൾ നീ എങ്ങോട്ട് പോയിട്ട് വരാണെന്ന് ചോദിക്കുമ്പോൾ അടുത്ത വീട്ടിലുള്ള ആൾക്ക് തീരെ സുഖമല്ല, അപ്പൊ അദ്ദേഹത്തെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് വരികയാണെന്ന് പറയുമ്പോൾ അങ്കിളും നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ആർക്കാ എന്താ പറ്റി ചോദിക്കുന്നുണ്ട്. അടുത്തുള്ള വീട്ടിൽ തന്നെയാണ്, അവൾക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് അവൻ നോക്കിയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ അങ്കിളും ഓക്കെ എന്നാൽ ഞാനും പോയി കണ്ടിട്ട് വരാന്ന് പറയുന്നുണ്ടെങ്കിലും ഇവളും അതൊന്നും വേണ്ട അങ്കിൾ, അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ശരിയാവത്തില്ല, നിന്റെ ഫ്രണ്ടിന് സുഖമില്ല എന്ന് പറയുന്നു. ഞാൻ നിന്റെ സ്വന്തക്കാരനല്ലേ, ഇതുവരെ വന്നിട്ട് അങ്ങോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ, അതുകൊണ്ട് ഞാനും പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവനും അങ്ങോട്ട് പോകുന്നുണ്ട്. അയ്യോ വേണ്ട അങ്കിൾ എന്നൊക്കെ ഇവള് പറയുന്നുണ്ടെങ്കിലും ഇവൻ നേരെ അങ്ങോട്ട് തന്നെ എത്തുന്നുണ്ട്. നമ്മള് അങ്കിൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ ആയിരിക്കും ഡോർ തുറക്കുന്നത്. ഇവനും നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ അങ്കിളാണ്, കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്, ഓക്കെ നിങ്ങൾ അകത്തോട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും അകത്തോട്ട് വിളിച്ച് കയറ്റുന്നുണ്ട്. ഹീറോയും ഫ്രണ്ട് മോൺസ്റ്ററും ഓരോന്ന് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കണ്ടുകൊണ്ടായിരിക്കും ഇവരും വരുന്നത്. ഇവരും നമ്മുടെ അങ്കിളിനെ കണ്ടതും സൈലന്റ് ആവുന്നുണ്ടെങ്കിലും അങ്കിളും ബാക്കിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ സൈന് കാട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്നും പറയണ്ട, ആരും ഒന്നും അറിയിട്ടില്ല എന്നുള്ള ഭാവം നടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ഫ്രണ്ട് മോൺസ്റ്ററിനെയും അങ്കിളിനെ മാറി മാറി നോക്കുന്നുണ്ട്. ഇവരെന്താ ഇങ്ങനെ നോക്കുന്നതെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മോൺസ്റ്ററുകളും അല്ല ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ഇതെന്റെ അങ്കിളാണ്, നിന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങളെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് കൂട്ടിട്ട് വന്നതാണ്, അങ്ങനെയും പറഞ്ഞിട്ട് അങ്കിള് കൊടുന്ന് കുറച്ച് തിങ്സ് എല്ലാം ഇവിടെ വെച്ചിട്ട് ഓക്കെ അങ്കിൾ നിങ്ങൾ അവളെ കണ്ടില്ലേ, ഇനി പോവാന്നും പറഞ്ഞ് അങ്കിളിനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ അങ്കിളിനെ പുറത്താക്കിയിട്ട് ഇവിടെ അകത്തോട്ട് വരുമ്പോ നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അതെ എന്റെ അങ്കിളിന് ചെറുതായിട്ട് തന്നെ എന്തെങ്കിലും സത്യം അറിഞ്ഞാൽ തന്നെ എന്റെ ഫാമിലി ഫുള്ള് അറിയും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററിനും പെയിന് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡോക്ടറും ഓക്കെ ഇവിടെ വേഗം നോക്കണം എന്ന് പറഞ്ഞ് ഇവിടെ എടുത്തുകൊണ്ട് മേലെ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും വീട്ടിൽ വന്നിട്ട് അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ കയറുന്നുണ്ടെങ്കിലും അതേസമയം നമ്മുടെ ഹീറോ വന്നിട്ട് അല്ല നിനക്ക് എന്തായാലും ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലല്ലോ, നിനക്ക് വയ്യേനും, നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞിട്ട് അവളടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇവളും ഇല്ലല്ല എനിക്ക് അവൾ അങ്ങനെ ഇരിക്കുന്നത് കാണാൻ സഹിക്കുന്നില്ല, അപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊണ്ടു കൊടുക്കണം, നിനക്ക് കുക്കിംഗ് അറിയില്ല, എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്ക് പോവാണ്, ഇല്ലല്ല എന്തായാലും ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവളെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയും അവളുടെ പുറകെ വന്നിട്ട് അവളോട് റൊമാൻറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്കും തീരെ വയ്യ, നീ നിന്റെ ശരീരം ആദ്യം നോക്ക്, നീ എന്തിനാ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നേ, അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട്, നീ നിന്റെ ശരീരം നോക്ക്, എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും നീ എന്റെ അടുത്ത് ഇപ്പൊ പറ, ഞാൻ നിന്റെ കൂടെ തന്നെ അല്ലേ ഉള്ളേ, ഞാൻ അന്നൊന്നും നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഞാൻ നിന്റെ കൂടെ തന്നെ അല്ലേ, നീ എന്ത് വേണേലും പറഞ്ഞു ഞാൻ തരാം. പിന്നെ ഇവിടെ അടുത്തും കുറെ സ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഈ എപ്പിസോഡും അവസാനിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.